നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇക്കഴിഞ്ഞ LDC തിരുവനന്തപുരം ജില്ലയിലെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഇതിൽ ആദ്യം നടന്ന ഏതാണ്? ചാന്നാർ ലഹളയാണ്. രണ്ടാമത് നടന്നത് മലബാർ കലാപം, മൂന്നാമത് വൈക്കം സത്യാഗ്രഹം, നാലാമത് ഏറ്റവും അവസാനം നടന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യമാണ്. അത് ശരിയാണേ. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 അത് ശരിയാണോ? അല്ല. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അത് ശരിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ തെറ്റ്, അത് വരുമ്പോൾ തന്നെ നമുക്കറിയാം. ബാക്കിയുള്ളത് എഴുതിയാൽ ഒന്ന് ശരിയാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും ഒന്നും ഓപ്ഷൻ ഇല്ല. ഈ എയും സിയും നോക്കുമ്പം അതിൽ 2 തെറ്റാണ്. പിന്നെ സി മാത്രമേ ഉള്ളൂ എഴുതാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി, അതായത് നാറ്റോയുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? 1949 ഇത് സ്ഥാപിതമായത്. ശരിയല്ലേ? ശരിയാണ്. സെക്കൻഡ് വൺ, ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്. ജനീവയാണോ ഇതിൻ്റെ ആസ്ഥാനം? അല്ലല്ലോ. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. അതും ശരിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അത് ശരിയാണോ? അല്ല. അപ്പം ഏതാണ് തെറ്റായിട്ടുള്ളത്? 2ഉം 4ഉം. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായത് ഏതാണ് തെറ്റായിട്ടുള്ളത്? സ്പിരിറ്റ് ഓഫ് ലോ. സ്പിരിറ്റ് ഓഫ് ലോ അല്ലേ തെറ്റായിട്ടുള്ളത്? സ്പിരിറ്റ് ഓഫ് ലോ ആരുടെയാണ്? മോണ്ടസ്ക്യൂവിൻ്റെ ആണ്. അപ്പം അതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ എ, 3 മാത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. ശരിയാണ്. 1988 ജനുവരി 20 അന്തരിച്ചു. ശരിയാണ്. 1987 ഭാരത രത്നം ലഭിച്ചു. ശരിയാണ്. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതും ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, എല്ലാം ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഇത് രൂപീകരിച്ചത് 1953 ശരിയാണല്ലോ. ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെട്ടു. ശരിയാണോ? അല്ല. ഫസൽ അലി കമ്മീഷൻ അല്ലായിരുന്നോ? അടുത്ത പോയിന്റ്. ഫസൽ അലി, HN കുൻസ്രു എന്നിവരായിരുന്നു ഇതിൽ അംഗങ്ങളായിരുന്നത്. അത് ശരിയാണല്ലോ. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഏതപ്പം വരുന്നത്? ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇത് ശരിയാണോ? തെറ്റാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെ തെറ്റാണ്. സെക്കൻഡ്, നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിത ഗൃഹവാതകമാണ്. ശരിയാണ്. ഗ്രാനൈറ്റ് ഒരു അവസാദ ശിലയാണ്. അത് ശരിയാണോ? ശരിയല്ല. ഇത് തെറ്റാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേർന്നു. ഇതും ശരിയാണ്. 1ഉം 4ഉം ശരിയാണ്. അല്ല, 1ഉം 2ഉം 4ഉം ശരിയാണ്. 1ഉം 3ഉം തെറ്റാണ്. 1ഉം 3ഉം തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം? അഗുൽഹാസ് പ്രവാഹം.
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് ആണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1 ശരിയാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്തെ ഭൗമതാപ നിലയമല്ല. ഗുജറാത്തിന്റെ തലസ്ഥാനം അഹമ്മദാബാദ് അല്ല, ഗാന്ധിനഗർ ആണ്. അപ്പൊ 2ഉം 3ഉം തെറ്റാണ്. 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഉഷ്ണമേഖല ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഹാരിക്കെ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാതയാണ് NW3. ഇതൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം? എവിടെ വെച്ചായിരുന്നു പരിസ്ഥിതി ദിനാഘോഷം നടന്നത്? സൗദി അറേബ്യയിൽ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഹരിത വിപ്ലവത്തിന്റെ ഭാഗം അല്ലാത്തതായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കർഷകോത്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ശരിയാണ്. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അതും ശരിയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇത് ശരിയാണോ? 4ാമത്തെ ശരിയല്ല. 1ഉം 2ഉം 3ഉം ശരിയാണ്. 4 ശരിയല്ല. ഓക്കെ, ഓപ്ഷൻ ഡി. ഗോതമ്പ്, നെല്ല്, ചോളം, പയർവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉത്പാദനത്തിന്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ഗോതമ്പ്, നെല്ല്, ചോളം, പയർ. 14 ആൻസർ ബി ആണ് കേട്ടോ. 1ാം സ്ഥാനത്ത് നെല്ല്, 2ാം സ്ഥാനത്ത് ഗോതമ്പ്, 3ാം സ്ഥാനത്ത് ചോളം, 4ാം സ്ഥാനത്ത് പയർവർഗ്ഗങ്ങൾ. നെക്സ്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ഫസ്റ്റ് വൺ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. സെക്കൻഡ് വൺ, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഏതാണ്? ഈ 2 സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റാണ്. ഓപ്ഷൻ എ ആണ് ശരി. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഇവയെ കാലഗണനാക്രമം അനുസരിച്ച് ശരിയായി എഴുതണം. ബാങ്ക് ദേശസാൽക്കരണം, ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം, 500, 1000 നോട്ടുകളുടെ നിരോധനം, ഭൂപരിഷ്കരണം. ഇപ്പൊ ഏറ്റവും അവസാനം നടന്ന ഏതാണ്? ഇതല്ലേ, 500, 1000 നോട്ടുകളുടെ നിരോധനം. അപ്പം ഓപ്ഷൻ 3 ആയിരിക്കും ലാസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഏതാണ് വരുന്ന ആൻസർ? ഓപ്ഷൻ ഡി. ഫസ്റ്റ് വൺ നടന്നത് ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണം, സെക്കൻഡ് വൺ നടന്നത് ഭൂപരിഷ്കരണം, തേർഡ് വൺ നടന്നത് ബാങ്ക് ദേശസാൽക്കരണം, ഫോർത്ത് വൺ നടന്നത് 500, 1000 നോട്ടുകളുടെ നിരോധനം. 16 ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12 പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഏതാണ് ശരി? എ ആണ് ശരി. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. 1ന്റെ വിശദീകരണമാണ് 2 എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
നീതി ആയോഗിന്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിന്റെയും ലക്ഷ്യങ്ങൾ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്താനുള്ളതായിരുന്നു എന്ന് പറയുന്നത് അടൽ ഇന്നോവേഷൻ മിഷൻ എന്ന് പറയുന്നത്. അടുത്ത മെത്തനോൾ സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ എണ്ണ ഇറക്കുമതി, ബിൽ ചെലവ് കുറയ്ക്കുകയായിരുന്നു മെത്തനോൾ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അടുത്ത സഹകരണ ഫെഡറലിസം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയാണ്. ശൂന്യ കമ്പി എന്ന് പറയുന്നത് ഏതാണ്? അപ്പം ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നു ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിച്ച് വിദേശ സഹായം പരമാവധി കുറയ്ക്കുകയല്ല, കൂട്ടുകയായിരുന്നു. അപ്പം അത് തെറ്റാണ്. ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളമായി സംയോജിപ്പിക്കുക, ഇത് ശരിയാണ്. അടുത്തത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, ഇതും ശരിയാണ്. ഇറക്കുമതി പരമാവധി കുറച്ച് തദ്ദേശ വ്യവസായ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക. ഇറക്കുമതി പരമാവധി കുറയ്ക്കുകയല്ല, ഇറക്കുമതിയും കയറ്റുമതിയും പരമാവധി കൂട്ടുകയാണ്. അപ്പം 1ഉം 4ഉം തെറ്റ്, 2ഉം 3ഉം ശരി. ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ഡി. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ അധ്യക്ഷനായിരുന്നു, അത് ശരിയാണ്. ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി, ഇത് ശരിയാണോ? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണോ അംഗീകാരം നൽകിയത്? അല്ല, അപ്പം ഇത് തെറ്റ്. 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി, ഇതും ശരിയാണ്. 1946 ആഗസ്റ്റ് 29 ഈ സമിതി രൂപീകരിച്ചു, ഇത് ശരിയാണോ? 46-ലാണോ? 47-ലല്ലേ? അല്ലേ? അപ്പം ഏതൊക്കെ തെറ്റ്? 2ഉം 4ഉം തെറ്റ്, 1ഉം 3ഉം ശരി. ഓക്കെ, നെക്സ്റ്റ്. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു, ഇത് ശരിയാണ്. വകുപ്പ് 331 സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നു. 1989 61-ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 ആക്കി കുറച്ചു. 1989 62-ാം ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം കുറച്ചു, ഇത് ശരിയാണോ? അല്ല. ശരിയുള്ളത് ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരിയാണ്, അല്ലേ? ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താൽപര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്ക് മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാറ്റുന്നതിന് രാഷ്ട്രപതിക്ക് രാജ്യസഭയിൽ പ്രത്യേക അധികാരം ഉണ്ട്. ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം ശരി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് ഉചിതമായ പ്രസ്താവന ഏതാണ്? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചെയർമാൻ. മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാർ ആയിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു.
1ഉം 2ഉം മാത്രമാണ് ശരി എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. PSCയുടെ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മാൻസുഖ് മാണ്ഡവ്യ. ഇതാണ് ആൻസർ. ഓപ്ഷൻ 1 വരുന്നതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏതാണ്? ഇന്ത്യയുടെ 15ാമത്തെ പ്രസിഡന്റ് ശരിയാണല്ലോ. 14ാമത്തെ പ്രസിഡന്റ് എന്നുള്ള ഓപ്ഷൻ തെറ്റ്. 2015 മുതൽ 21 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതും ശരിയാണ്. 2015 മുതൽ 21 വരെ ഒഡീഷ ഗവർണർ. അപ്പോൾ തെറ്റാണല്ലോ. ജാർഖണ്ഡ് ഗവർണറാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്ന അബ്ദൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു? എവിടുത്തെയാ? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. നെക്സ്റ്റ്, ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. പേരാ മാർക്ക് ചെയ്ത് പോയത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. സ്നേഹസ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ആർക്കാണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകളായി പ്രതിമാസ ധനസഹായമാണ് സ്നേഹസ്വാന്തനം. ഓപ്ഷൻ എ. നെക്സ്റ്റ്, 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏത്? പോക്സോ നിയമം വകുപ്പ് 28 അനുസരിച്ച് ഓരോ ജില്ലയിലും ശിശു സൗഹാർദ്ദത്തിന് പ്രാധാന്യം നൽകി പ്രത്യേക കോടതി സ്ഥാപിക്കണം. പോക്സോ നിയമത്തിൽ 27 വകുപ്പ് ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് വിധേയമാകുന്ന കുട്ടികളെ അടിയന്തര വൈദ്യ പരിശോധനയ്ക്ക് വിധേയരാക്കണം. പോക്സോ കേസുകളിൽ കുട്ടിയുടെ മൊഴിയെടുക്കുന്നത് പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആകരുത്. പോക്സോ കേസുകൾ കുട്ടിയുടെ മൊഴിയെടുക്കുമ്പോൾ പോലീസ് ഓഫീസർ ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കണം. ഔദ്യോഗിക വേഷത്തിൽ ആയിരിക്കരുത്. അപ്പം 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിനായി 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. അത് ശരിയാണല്ലോ. OBC വിഭാഗത്തിലുള്ള പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായം തെറ്റാണ്. പട്ടികജാതി വകുപ്പും ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ചേർന്ന് സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അതും ശരിയാണ്. അമ്മത്തൊട്ടിലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ഒറ്റത്തവണ ധനസഹായം അല്ല. ഓപ്ഷൻ ഡി. 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ്, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായത് ഏത്? കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി. ശരിയാണ്. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതും ശരിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടി അത് ശരിയല്ല. ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസ പദ്ധതി അതും ശരിയല്ല. ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ് ശരി. അത് വരുന്ന ഓപ്ഷൻ. നെക്സ്റ്റ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏത്? വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. പച്ച നിറം മുന്നറിയിപ്പുണ്ടെന്നും വലിയ തോതിൽ മഴ ഉണ്ടെന്നും സൂചിപ്പിക്കുന്നു. മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക. ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഓറഞ്ച് നിറം ജാഗ്രത പാലിക്കേണ്ട എന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇല്ല എന്നും
സൂചിപ്പിക്കുന്നു. ഇത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? 1ഉം 3ഉമാണ് ശരി. ഓക്കെ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ഡെൻഡൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണമാണ് രക്തം. മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം കരൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗലി. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഏതാണ്? ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ. മിഠായി. 2024 ലോക പരിസ്ഥിതി ദിന ആഗോള ആഘോഷങ്ങൾക്ക് ആതിഥേയം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യം 1 പ്രാവശ്യം വന്നു, ഇപ്പോഴും 1 വന്നു. ഒരു മീറ്റർ ഉയരത്തിൽ മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ബോക്സിന്റെ സ്ഥിതികോർജം എന്തായിരിക്കും? സ്ഥിതികോർജമാണ്. എന്താണ്? mgh. ജി തന്നിട്ടുണ്ട്. ആൻസർ 2J. ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനം. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻ താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില ഏതാ? 0 ഡിഗ്രി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാ? ആഗസ്റ്റ് 23 ബഹിരാകാശ ദിനം. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. അക്വാറീജിയ എങ്ങനെയാണ്? നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും 1:3 എന്ന റേഷ്യോ. ഇത്തിരി തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം. ആൻസർ ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല കേട്ടോ. നാഗ്പൂരാണ്. ആൻസർ ഇതിലില്ല. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായിനി ഏതാണ്? യഥാർത്ഥ ലായിനി സോഡിയം അമാൽഗം. താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്ന ഏതാണ്? സിങ്ക് സൾഫൈഡ്. 2023 രസതന്ത്രത്തിന് നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിഷയത്തിനാണ് കിട്ടിയത്? ക്വാണ്ടം ഡോട്ട്സ്. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഏതിലെയാണ്? ഖസാക്കിന്റെ ഇതിഹാസം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്ത് പ്രശസ്തി നേടിയ വ്യക്തിയാണ്? കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസ്. തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? തിക്കൊടിയൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞനന്ദൻ നായർ. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ഇങ്ങനെ തുടങ്ങുന്ന കൃതി ആരുടെ വരികൾ ആണ്? മുഹിദിയൂൻ മാലയുടെയാണ് കേട്ടോ. മുഹിദിയൂൻ മാല. 56 ജ്ഞാനപീഠം പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിന്റെ രചന. എസ് കെ പൊറ്റക്കാടിന്റെ രചന ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രഗ്യാനന്ദ. ഓക്കെ. മൺസൂൺ ക്രോക്സ് ബയോസ് ബിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വനം ഗവേഷണ കേന്ദ്രമാണ് നടപ്പിലാക്കുന്നത് കേട്ടോ.
ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ്, KB, MB, അടുത്ത വരുന്ന ഏതാണ്? GB, ഗിഗാബൈറ്റ് കേട്ടോ. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനികളും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റിൻ്റെ ആണ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ് ആണോ? അഡോബ് ആണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിളിൻ്റെ ആണ്. ആൻഡ്രോയിഡ് ഗൂഗിൾ. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 3, 4 ശരിയായിട്ടുള്ളത് കേട്ടോ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് അഡോബിൻ്റെ. നെക്സ്റ്റ്, കൂട്ടത്തിൽ പെടാത്തത് എഴുതുക. ലാൻ, വാൻ, ക്യാൻ, മാൻ. ഒറ്റ നോട്ടത്തിൽ നമ്മൾ ക്യാൻ എന്ന് എഴുതുമെങ്കിലും ക്യാനും ഒരു നെറ്റ്വർക്കാണ്. ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. ഇതെല്ലാം നെറ്റ്വർക്കുകളാണ്. ക്യാനും ഒരു നെറ്റ്വർക്കാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ്. ടെലിഗ്രാം അല്ല, ബാക്കിയെല്ലാം മെറ്റയുടെ കീഴിൽ വരുന്നതാണ്. ഡീപ്പ് ഫേക്ക് എന്നാൽ എന്താണ്? ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത് വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ്പ് ഫേക്ക് എന്ന് പറയുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആരാ? ഗവർണർ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടാത്ത സേവനങ്ങൾ ഏതാണ്? നിസ്വാർത്ഥ സേവനങ്ങൾ. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷന്റെ പ്രവർത്തനം അല്ലാത്തത്? ഭരണഘടനാ പ്രകാരം പട്ടികവർഗക്കാർക്കായി നൽകിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുക. പട്ടികവർഗക്കാരുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും സംബന്ധിച്ച നിർദ്ദിഷ്ട പരാതികൾ അന്വേഷിക്കുക. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുക. ഇതല്ല കേട്ടോ. ഇതാണ് 67. ഗാർഹിക അതിക്രമത്തിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ എന്തെല്ലാം? മാനസികവും ശാരീരികവുമായ പരാതിക്കാരിയായ ആളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരിയുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം, മുകളിൽ കൊടുത്തിരിക്കുന്നവയെല്ലാം ഗാർഹിക പീഡനത്തിനകത്ത് ഉൾപ്പെടുന്നതാണ്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമമാണ് പോക്സോ. പോക്സോ നിലവിൽ വന്ന വർഷം ഏതാണ്? 2012 നിലവിൽ വന്ന കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അരുൺകുമാർ മിശ്ര. ഇത് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ആട്ടോ. അരുൺകുമാർ മിശ്ര ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ രേഖ ശർമ്മ. നെക്സ്റ്റ്, 840 രൂപ വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഡിസ്കൗണ്ട് എത്ര ശതമാനമാണ്? ഡിസ്കൗണ്ട് 15%. 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി വന്നു ചേർന്നപ്പോൾ ശരാശരി 72 ആയെങ്കിൽ വന്നു ചേർന്ന സംഖ്യ എന്ന് പറയുന്നത് 138. ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം എടുക്കും? 2 മണിക്കൂർ 15 മിനിറ്റ്. ഞാൻ കണക്കിൻ്റെ ഉത്തരം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. കണക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിടാവേ. താഴെ തന്നിരിക്കുന്ന സമവാക്യത്തിൽ കെയുടെ വില എന്ത്? കെയുടെ വില 1 ആണ് വരുന്നത്. എ ഒരു ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസങ്ങൾ എടുക്കും. എന്നാൽ ബി മാത്രമായി ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും? ആൻസർ 30 ദിവസം കേട്ടോ. ഒറ്റയാനെ കണ്ടെത്തുക. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്.
രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിളിൽ യാത്ര ചെയ്തു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണെന്നാണ്. ദൂരമല്ല ചോദിച്ചിരിക്കുന്നത്, ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെക്ക് ദിശയിലേക്ക് കേട്ടോ. ഹലോ എന്നുള്ള വാക്കിനെ ഇങ്ങനെ എഴുതാമെങ്കിൽ വേൾഡ് എന്നുള്ള വാക്കിനെ എങ്ങനെ എഴുതാം? ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4ാമത്തെ സംഖ്യ ഏതാണ്? 4, 7, 12. അടുത്ത എത്ര ആയിരിക്കും വരുന്നത്? 19. 4, 3, 7, 7, 5, 12, 12, 7, 19. എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷനെയും ഡി മൾട്ടിപ്ലിക്കേഷനെയും സൂചിപ്പിക്കുന്നു എന്നാൽ ഉത്തരം എന്ന് പറയുന്നത് 17 കേട്ടോ. ചെയ്താൽ കിട്ടും, ചെയ്തു തരാം. നെക്സ്റ്റ്, ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ് ഹാസ് അറൈവ്ഡ്. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. ക്വസ്റ്റ്യൻ ടാഗാണ്. ലെറ്റ്സ് വരുമ്പം ഷാൽ ബി. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഹി സേസ് ഐ ആം അറ്റൻഡിങ് എ ട്രെയിനിങ്. എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? He says that he is attending a training. If I had money, I dash the poor. എന്താണ്? I would help the poor. The doll belongs കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 2 ആയിരിക്കും. belongs to the child. Identify the correct spelling. കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നെക്സ്റ്റ്, ദ ഇഡിയം ബോൺ ഓഫ് കണ്ടൻഷൻ മീൻസ് ഏതാണ്? എ സബ്ജക്റ്റ് ഓഫ് ഡിസ്പ്യൂട്ട്. അഭിപ്രായ വ്യത്യാസം. ദ ഡാഷ് ഓഫ് വൂൾസ് ഹൗൾഡ് അറ്റ് ദ മൂൺ. ആ വൂൾസിൻ്റെ കൂട്ടത്തിന് പറയുന്ന പേരെന്താണ്? എന്താണ്? എ പാക്ക്. ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് അമെൻമെൻറ്റ്. അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞിട്ടില്ലേ ഭരണഘടന ഭേദഗതി, അമെൻമെൻറ്റ്. ആ അമെൻമെൻറ്റ് തന്നെ. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഓഫ് ഡിഫിക്റ്റിൻ്റെ ഏതാണ്? സർപ്ലസ്. ഇനി അടുത്ത മലയാളമാണ്. അനപത്യൻ എന്ന പദത്തിൻ്റെ അർത്ഥം സന്തതിയില്ലാത്തവൻ. താഴെ പറയുന്നവയിൽ ശരിയായ പദം ഏതാണ്? കവയിത്രിയാണ് ശരിയായിട്ടുള്ള പദം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനം ഏത്? സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം പുരുഷന്മാർ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ചുരുക്കി പറയുക. പിഞ്ഞാണ വർണ്ണം ശരിയായി വിഗ്രഹിക്കുന്നത് പിഞ്ഞാണത്തിൻ്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം അണയ്ക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ദ്രൗണി ആര്? ദ്രൗണി എന്ന് പറയുമ്പം ദ്രോണരുടെ പുത്രനല്ലേ ദ്രൗണി. അതാരാണ്? അശ്വത്ഥാമാവ്. ചിന്മുദ്ര എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ? ചിത് അധികം മുദ്ര, ചിന്മുദ്ര. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? AR രാജരാജവർമ്മ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അക്ഷരത്തെറ്റുള്ള വാക്ക് ഏത്? വിശ്വസ്തൻ. ഇതല്ല കേട്ടോ, വിശ്വസ്തൻ. ഓക്കെ, താങ്ക് യു.